മാരകമായ നിപ വൈറസിനെ പൂട്ടാൻ വാക്സിൻ പരീക്ഷണത്തിനൊരുങ്ങി ജപ്പാൻ. ടോക്കിയോ സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷകരാണ് വാക്സിൻ വികസിപ്പിച്ചത്. ഏപ്രിലോടെ ബെൽജിയത്തിൽ മനുഷ്യരിലുള്ള ക്ലിനിക്കൽ ട്രയലിന് തുടക്കമിടുമെന്ന് ജപ്പാൻ ആസ്ഥാനമായുള്ള നിക്കൈ ഏഷ്യ മാഗസിൻ റിപ്പോർട്ട് ചെയ്തു. നിലവിൽ നിപ വൈറസിനെ തുരത്താൻ ലൈസൻസ് ഉള്ള വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. ജനുവരിയിൽ പശ്ചിമ ബംഗാളിൽ 2 പേർക്ക് നിപ സ്ഥിരീകരിക്കുക കൂടി ചെയ്ത പശ്ചാത്തലത്തിലാണ് പുതിയ വാർത്തയുടെ വരവ്. നിപ വൈറസിന്റെ ജനിതക ഘടകങ്ങളുടെ ഒരു ഭാഗം മീസിൽസ് വൈറസിലേക്ക് ചേർത്താണ് പുതിയ വാക്സിൻ വികസിപ്പിക്കുന്നതെന്നാണ് വിവരം. മനുഷ്യരിൽ വാക്സിൻ പ്രവേശിപ്പിക്കുമ്പോൾ നിപ വൈറസിന് സമാനമായ ആന്റിജൻ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് യഥാർത്ഥ വൈറസിനെ തിരിച്ചറിയാൻ പ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിക്കുകയും രോഗതീവ്രത കുറയ്ക്കാനും രോഗത്തെ പ്രതിരോധിക്കാനും സഹായിക്കുകയും ചെയ്യുമെന്ന് ഗവേഷകർ പറയുന്നു. നേരത്തെ എലികളിൽ നടത്തിയ പരീക്ഷണത്തിൽ വാക്സിന്റെ ഫലപ്രാപ്തിയും സുരക്ഷയും തെളിയിച്ചതാണെന്ന് വാക്സിൻ വികസിപ്പിച്ച ഗവേഷകർ പറഞ്ഞു. മനുഷ്യരിലെ പരീക്ഷണത്തിന്റെ ഭാഗമായി 1ാം ഘട്ടത്തിൽ 60 പേരെയാണ് ഉൾപ്പെടുത്തുക. ജപ്പാനെ കൂടാതെ നിപയ്ക്കെതിരെ വാക്സിൻ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നുള്ള ഒരു കൂട്ടം ഗവേഷകർ. 2ാം ഘട്ട ക്ലിനിക്കൽ ട്രയലിലുള്ള ഈ വാക്സിൻ പരീക്ഷണത്തിന്റെ ഭാഗമാകുന്നത് 18 വയസ്സിനും 55-നും ഇടയിൽ പ്രായമുള്ള 300 പേരാണ്. നിപ രോഗം ഒരു ജന്തുജന്യ വൈറസ് രോഗമാണ്. വവ്വാലുകളും പന്നികളുമാണ് വൈറസിന്റെ സ്വാഭാവിക വാഹകർ. നിപ വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ രോഗം മനുഷ്യരിലേക്ക് പകരാം. വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാതെ രോഗിയുമായി അടുത്ത് ഇടപഴകുന്നതിലൂടെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും രോഗം പകരും. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം, ഉമിനീർ, മൂത്രം കലർന്ന പാനീയങ്ങൾ എന്നിവ, വവ്വാൽ കടിച്ച പഴങ്ങൾ എന്നിവയും കഴിക്കുന്നതിലൂടെ രോഗം പകരാം. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച 4 മുതൽ 14 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാം. രക്തം, മൂത്രം, തൊണ്ടയിൽ നിന്നുള്ള സ്രവം, നട്ടെല്ലിൽ നിന്ന് കുത്തിയെടുത്ത സുഷ്മ്നാസ്രവം എന്നിവയാണ് പരിശോധനയ്ക്കായി അയക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.